കൊല്ലംകാരുടെ സ്പെഷ്യൽ ഐറ്റം പറയൂ ഗൈസ്, ഇത് എന്താണെന്ന് പറയൂ. ഇന്നത്തെ ലഞ്ച് കഴിക്കുന്ന എത്ര മണിക്കാണ്? 5 മണിക്ക്. 5 മണിയായിട്ടും. ഹലോ ഗൈസ്, ഹാപ്പി സൺഡേ. സൺഡേ ആയിട്ട് എന്തൊക്കെയായിരുന്നു പരിപാടീസ്? ഞാനൊരു 9 മണി വരെ കിടന്നുറങ്ങി. എണീറ്റിട്ട് കുറച്ച് ജോലികളുണ്ടായിരുന്നു, തുണി കഴുകാനും റൂം ക്ലീനിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ നാളായാലോ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഒരു വ്ളോഗ് എടുത്താലോ എന്ന്. അങ്ങനെ അതിൻ്റെ പ്രഹസനമാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ട് വ്ളോഗ് എടുക്കാൻ തുടങ്ങി. ജസ്റ്റ് ഒന്ന് റെഡിയാവുകയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് ലിപ് ബാം ഇടുന്നു, കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നു, ഇതൊക്കെ തന്നെ. ഇപ്പോൾ കുറേ നാളായിട്ട് കെട്ടിയോന് സൺഡേ ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് കെട്ടിയോൻ വരുന്നവരെ ശോകമാണ്. ഡ്യൂട്ടി ഉണ്ടെങ്കിലും ആൾ കുറച്ച് നേരത്തെ അങ്ങ് വരും. ഈ പൂക്കൾ കണ്ടോ, എൻ്റെ ബർത്ത്ഡേ കേക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളായിരുന്നു. ഇനി അടുത്ത പരിപാടി ഇത് ഇവനെ വെച്ചിട്ടാണ്. ഇവനെ ഞാനും തമ്മിൽ ഒട്ടും ചേരാറില്ല ഗൈസ്. ഞാൻ അവനെ അവിടെ കൊണ്ട് ഒട്ടിക്കും, അവൻ വന്ന് താഴെ വീഴും. പിന്നെ ഞാൻ ഒട്ടിക്കും, അവൻ വന്ന് താഴെ വീഴും. ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു താണവും ഇല്ലാതെ അവൻ വീഴും തോറും പിന്നെ ഒട്ടിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മളോടാണോ കളി? ഏറെക്കുറെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. അങ്ങനെ വിനുവിനെ വിളിച്ചതാണ്. ആൾ ഫോൺ എടുത്തില്ല. പക്ഷേ ഒരു 5 മിനിറ്റിനുള്ളിൽ ആളിതാ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുള്ളിയാണ് വരുന്നതെങ്കിലും ആൾ നല്ല ടയേർഡാണെന്ന് എനിക്ക് ഫേസ് കണ്ടപ്പോഴേ മനസ്സിലായി. കാരണം ഇപ്പം നല്ല ചൂടാണ്. കഴിഞ്ഞ വർഷം ഈ ടൈമിലൊന്നും ഇത്രയും ചൂടില്ലായിരുന്നു. അതുകൊണ്ട് വന്നപാടെ ആൾ കിടന്നു. അപ്പം ഞാനൊരു മാംഗോ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് വിനുവായിട്ട് ഞങ്ങളുടെ മോളുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മോള് മെസ്സേജ് അയച്ച കാര്യമൊക്കെ. ഞാൻ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ കട്ടിലൊക്കെയാണ്. പക്ഷേ എന്നാലും മാംഗോ ഷേക്കൊക്കെ കുടിക്കും കേട്ടോ, എന്തെങ്കിലും ഒരു മധുരം വേണ്ടേ. അപ്പോൾ ഞാൻ വിനുവിനോട് ചോദിച്ചു, വിനുവിൻ്റെ മധുരം ഇട്ടിട്ട് വേണോ മധുരം ഇടാതെ വേണോ? അപ്പം ഞാനും ഇന്ന് ഷുഗർ കട്ടാണ്, മധുരം വേണ്ടെന്ന്. പക്ഷേ ഷേക്ക് ഉണ്ടാക്കിയിട്ട് കുടിച്ചപ്പോൾ ആൾ പറയുന്നുണ്ടായിരുന്നു മധുരം വേണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങളൊരു ഫിലിം കാണാനിരുന്നു. ഇന്നലെ രാത്രി കണ്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും 2-3 ടൈംസ് ആയിട്ടാണ് ഒരു ഫിലിം കണ്ടു തീർക്കാറ്. ഈ നേച്ചറുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. അങ്ങനെ ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വന്നു. ചോറ് വെക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ചോറ് വെക്കാനായിട്ട് പോയി. കറിയൊക്കെ ഇന്നലെ നൈറ്റ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വിനുവും കിച്ചണിലോട്ട് വന്നു. കറി ഇന്നലെ വെച്ചെങ്കിലും അതൊക്കെ ഒന്ന് ചൂടാക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ചോറ് വെക്കുമ്പോഴത്തേക്ക് വിനു വന്നു, കറിയൊക്കെ ചൂടാക്കി. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറയുന്നില്ലേ, ഇത് ഞങ്ങളുടെ കൊല്ലംകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണെന്ന്. അതാണ് വിനു ചൂടായിക്കൊണ്ട് നിന്നത്. അതൊരു വെജിറ്റബിളും ഒരു ഫിഷ് ഐറ്റം കൂടെ ചേർന്ന ഒരു സംഭവമാണ്. അത് എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ. കൊല്ലംകാരൊക്കെ വരൂ, കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഞാൻ ചോറൊക്കെ വിളമ്പി ഞങ്ങൾ കഴിക്കാനിരുന്നു. ഞാനൊരു ചെറിയ കുബൂസായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നേ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും കുബൂസിൻ്റെ കൂടെ ആണെങ്കിലും സെയിം കറികളായിരുന്നു. ചിക്കൻ കറിയും പിന്നെ ആ ഒരു തോരനും. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വീട്ടിൽ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചു. അങ്ങനെ അതിനുശേഷം കുറച്ച് നേരം വിനു ഇങ്ങനെ കിടന്നു, ഉറക്കം വരുന്നെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ വീട്ടിൽ വിളിച്ച് മോളുമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ മോളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മമ്മി വ്ളോഗ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നാൽ എന്നെ വീഡിയോയിൽ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. സ്കൂട്ടി പോകാൻ പോയാണോ?